പൂജിച്ചിടുക. രാജാധിരാജനെ വന്നള്ളുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മാർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മാർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മാർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശംസിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകുന്ന ദിവരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെങ്ങ് ശക്തരാക്കണമേ. സ്ഥലത്തിനെയും നാഥായ നയിക്കും.
സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും സത്യത്തിന്റെ ജാലം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. അതുകൊണ്ട് നാലകലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവേ, സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. സർവ്വജനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടങ്ങ് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സഹോദരരെ, യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. ഗുരു ആശീർവദിച്ചു. യൂദയായെയും ജെറുസലേമിനെയും കുറിച്ച് ആമോസിന്റെ പുത്രനായ യേശയ്യായ്ക്കുണ്ടായ അരുളപ്പാട്. അവസാന നാളുകളിൽ കർത്താവിന്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും. എല്ലാ ജനതകളും അതിലേക്ക് ഒഴുകും. അനേകം ജനതകൾ പറയും, വരുവിൻ, നമുക്ക് കർത്താവിന്റെ ഗിരിയിലേക്ക്, യാക്കോബിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തന്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. നാം ആ പാതകളിൽ ചരിക്കും. കർത്താവിന്റെ നിയമം സിയോനിൽ നിന്ന് പുറപ്പെടും, അവിടുത്തെ വചനം ജെറുസലേമിൽ നിന്നും. അവിടുന്ന് ജനതകളുടെ മധ്യത്തിൽ വിധികർത്താവായിരിക്കും. ജനപദങ്ങളുടെ തർക്കങ്ങൾ അവസാനിപ്പിക്കും. അവരുടെ വാൾ കൊഴുവും അവരുടെ കുന്തം വാക്കത്തിയുമായി അടിച്ചു രൂപപ്പെടുത്തും. രാജ്യം രാജ്യത്തിനെതിരെ വാൾ ഉയർത്തുകയില്ല. അവർ ഇനിമേൽ യുദ്ധപരിശീലനം നടത്തുകയുമില്ല. യാക്കോബിന്റെ ഭവനമേ, വരിക, നമുക്ക് കർത്താവിന്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
സഹോദരനെ, പൗലോസ് ശ്ലീഹ കൊരിന്ത്യയിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 23 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാണ്. എല്ലാം അനുവദനീയമാണ്, എന്നാൽ എല്ലാം ഗുണകരമല്ല. എല്ലാം അനുവദനീയമാണ് എന്നല്ല എല്ലാം പണിതുയർത്തിയതല്ല. ഓരോരുത്തരും സ്വന്തം നന്മ കാക്ഷിക്കാതെ മറ്റുള്ളവരുടെ നന്മ കാക്ഷിക്കട്ടെ. ചന്തയിൽ വിൽക്കപ്പെടുന്ന ഏതുതരം മാംസവും മനസാക്ഷി കുത്തില്ലാതെ ഭക്ഷിക്കുവിൻ. കാരണം ഭൂമിയും അതിലുള്ള സകലതും കർത്താവിൻ്റെതാണ്. അവിശ്വാസികളിൽ ഒരുവൻ നിങ്ങളെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ അവിടെ വിളമ്പുന്നതെന്ത് മനസാക്ഷി കുത്തില്ലാതെ ഭക്ഷിക്കുവിൻ. എന്നാൽ ആരെങ്കിലും അത് ബലിയർപ്പിച്ച വസ്തുവാണെന്ന് പറഞ്ഞാൽ അത് വെളിപ്പെടുത്തിയവനെയും അവന്റെ മനസാക്ഷിയും പ്രതി നിങ്ങൾ അത് ഭക്ഷിക്കരുത്. സ്വന്തം മനസാക്ഷിയല്ല അവരിൻ്റെതാണ് ഞാൻ വിവക്ഷിക്കുന്നത്. എൻ്റെ സ്വാതന്ത്ര്യം മറ്റവരുടെ മനസാക്ഷി എന്തിനു വിധിക്കപ്പെടണം? കൃതജ്ഞതയോടെയാണ് ഞാൻ പങ്കുപറ്റുന്നതെങ്കിൽ ഞാൻ കൃതജ്ഞതയെപ്പറ്റി എന്തിനു കുറ്റാരോപിക്കണം? നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്താൽ എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുക. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ തിരുവചനം, സ്നേഹത്തിൻ തിരുവചനം, പാദങ്ങളിൽ ഇരുളാകെ അകറ്റും ദൈവത്തിൻ തിരുവചനം, പാദങ്ങൾക്ക് വിളക്കായി മാറും സ്നേഹത്തിൻ തിരുവചനം. ദൈവത്തിൻ തിരുവചനം, സ്നേഹത്തിൻ തിരുവചനം, പാദങ്ങളിൽ ഇരുളാകെ അകറ്റും ദൈവത്തിൻ തിരുവചനം, പാദങ്ങൾക്ക് വിളക്കായി മാറും സ്നേഹത്തിൻ തിരുവചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപുരം നിന്ന് പരിസുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 12-ാം അധ്യായം 57 മുതൽ 13-ാം അധ്യായം 5 വരെയുള്ള തിരുവചനങ്ങൾ. നീ നിന്റെ ശത്രുവിനോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപന്റെ അടുത്തേക്ക് കൊണ്ടുപോകുകയും ന്യായാധിപൻ നിന്നെ കാരാഗൃഹ പാലകനെ ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും. അവസാനത്തെ തൊട്ടുവരെ കൊടുക്കാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നാശം. ഗലീലക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു. അവൻ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലയേക്കാൾ കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അഥവാ സീലോകായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട 18 പേർ അന്നു ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം 2 കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. 1 രമ്യതയെക്കുറിച്ച്, 2 പശ്ചാത്താപത്തെക്കുറിച്ച്. യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ പേര് രമ്യതയുടെ സുവിശേഷം എന്നാണ്. യേശുവിൻ്റെ സുവിശേഷം നമ്മളോട് പറയും, ദൈവത്തോടും സഹോദരങ്ങളോടും തന്നോട് തന്നെയും എപ്പോഴും രമ്യതപ്പെട്ടുകൊണ്ടിരിക്കണം.
ദൈവത്തോട് നമ്മൾ രമ്യതയിലായിരിക്കണം, സഹോദരനോട് രമ്യതയിലായിരിക്കണം, നമ്മോട് തന്നെ രമ്യതയിലായിരിക്കണം. ഇതാണ് രമ്യതയുടെ പാഠങ്ങളെന്ന് പറയുക. രമ്യതയുടെ സുവിശേഷത്തിൽ ജീവിക്കണമെങ്കിൽ കർത്താവ് നമ്മളോട് സുവിശേഷത്തിലൂടെ പറയും 3-4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. 1, ക്ഷമിക്കുവാനുള്ള മനസ്സുണ്ടാകണം. 2, സഹിക്കുവാനുള്ള മനസ്സുണ്ടാകണം. 3, സ്നേഹിക്കുവാനുള്ള മനസ്സുണ്ടാകണം. 4, സമർപ്പിക്കുവാനുള്ള മനസ്സുണ്ടാകണം. ഇങ്ങനെ ക്ഷമിച്ച്, സഹിച്ച്, സ്നേഹിച്ച്, സമർപ്പിക്കുന്നവരാണ് രമ്യതയുടെ സുവിശേഷത്തിൽ ജീവിക്കുക. അതുകൊണ്ടാണ് ഈശോ പറയുക, നിങ്ങളെല്ലാവരും ഒരേ കൂട്ടായ്മയിൽ ഒരേ മനസ്സോടുകൂടെ ജീവിക്കണം. യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ സ്വപ്നമെന്ന് പറഞ്ഞാൽ, അഥവാ യേശുവിൻ്റെ സ്വപ്നമെന്ന് പറഞ്ഞാൽ സുവിശേഷം പറയും ഒരിടയനും ഒരു തൊഴുത്തുമായി തീരുന്ന വലിയ ഒരു കൂട്ടായ്മയുടെ സുവിശേഷം. അതുകൊണ്ട് ഒന്നാമത്തെ ചിന്ത മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ആരോടെങ്കിലും രമ്യതപ്പെടുവാനുണ്ടെങ്കിൽ, ദൈവത്തോട്, സഹോദരങ്ങളോട്, നമ്മളോട് തന്നെ രമ്യതപ്പെടുവാനുണ്ടെങ്കിൽ കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. രണ്ടാമത്തത്, പശ്ചാത്തപിച്ചില്ലെങ്കിൽ നിങ്ങൾ നശിക്കും, മരിക്കുമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. കസാന്ത സാക്കിസിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ട് നോവലാണ് ദ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. അതിനകത്ത് യേശുവും സ്നാപയോഹന്നാനും തമ്മിലുള്ള വളരെ ചിന്തോദ്ദീപകമായ ഒരു സംസാരമുണ്ട്. സ്നാപയോഹന്നാൻ യേശുവിൻ്റെ അരികിൽ ചെന്നിട്ട് പറയുകയാണ്, ഇതാ ഇവിടെ ജീർണിച്ച ഒരു മരം നിൽക്കുന്നു, അതിൻ്റെ വേരിന് ഞാൻ മഴു വെച്ചിരിക്കുന്നു, അടുത്തത് നിന്റെ ഊഴമാണ്, നീ എത്രയും വേഗം അതിനെ വെട്ടി തീയിലെറിയണം. യേശു ചിരിച്ചുകൊണ്ട് സ്നാപകനാനോട് പറഞ്ഞു, ഞാനൊരു മരം വെട്ടുകാരനല്ല. മരം വെട്ടുകാരനായിരുന്നെങ്കിൽ ഞാൻ ആ മരം എത്രയോ മുമ്പ് വെട്ടി തീയിലെറിയുമായിരുന്നു. ഞാനൊരു അഗ്നിയല്ല. അഗ്നിയായിരുന്നെങ്കിൽ ഞാനത് എത്രയോ മുമ്പ് അതിനെ ദഹിപ്പിച്ച് കളഞ്ഞേനെ. എന്നിട്ട് പറയുന്ന വാചകമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാചകം, ഞാനൊരു ഹൃദയമാണ്, സ്നേഹിക്കുന്ന ഹൃദയമാണ്. അതുകൊണ്ട് ഈ ജീർണിച്ച മരത്തെ ഞാൻ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വിളക്ക് കത്തിച്ച് നോക്കുകയാണെങ്കിൽ, ഖലീൽ ജിബ്രാൻ പറയുന്നത്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ഒരു വിളക്ക് കത്തിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. അതൊക്കെ വെച്ച് നമ്മൾ തന്നെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ യേശു നമ്മളോട് പറയും, ജീർണിച്ചെന്ന് തോന്നുന്ന സമയത്ത് കർത്താവ് നമ്മളോട് പറയും, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. തള്ളിപ്പറയുന്നവരെയും തള്ളിക്കളയുന്നവരെയും ചേർത്ത് നിർത്തുന്ന സ്നേഹമാണ്. പശ്ചാത്താപത്തിന് 2 കാര്യമുണ്ടെന്നാണ് പറയുക. 1 തിരിച്ചറിവ്, 2 തിരിച്ചുവരവ്. ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിൽ കിടക്കുമ്പോൾ അവന് സുബോധമുണ്ടായി, അതൊരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് കിട്ടിയപ്പോൾ അവൻ വീട്ടിലേക്ക് തിരിച്ചു നടക്കുകയാണ്. ഉമ്മറപ്പടിവാതിക്കൽ കണ്ണും നട്ട് കാത്തിരുന്ന ഒരു പിതാവിൻ്റെ സ്നേഹമുണ്ടവിടെ. അങ്ങനെ ഉമ്മറപ്പടിവാതിക്കൽ കണ്ണും നട്ട് കാത്തിരിക്കുമ്പോഴാണ് ധൂർത്തപുത്രൻ മടങ്ങി വരുന്നത്. ഓടിച്ചെന്ന് അവന് മോതിരം കൊടുത്ത്, വസ്ത്രം കൊടുത്ത് വീട്ടിൽ സദ്യ ഉണ്ടാക്കുന്നു. ആ സദ്യയിൽ പങ്കെടുക്കുന്നതാണ് പശ്ചാത്താപം. അപ്പൊ സുവിശേഷം പറയും, മകന് വേണ്ടി അപ്പൻ കാത്തിരിക്കുന്നതിൻ്റെ പേരാണ് പശ്ചാത്താപം. ഒന്നുകൂടി നമുക്ക് ചിന്തിക്കാം, മകന് വേണ്ടി അപ്പൻ കാത്തിരിക്കുന്നതിൻ്റെ പേരാണ് പശ്ചാത്താപം. അങ്ങനെ തിരിച്ചറിവുണ്ടായി, തിരിച്ചുവരവുണ്ടായി, ധൂർത്തപുത്രൻ മകനായി സ്വീകരിക്കപ്പെട്ടു. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ തിരിച്ചറിവുണ്ടാകണം, തിരിച്ചു വരവുണ്ടാകണം. അതാണ് യേശു ആഗ്രഹിക്കുക. സമറിയക്കാരി യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം അവൾക്ക് തിരിച്ചറിവ് കൊടുത്തു, തിരിച്ചു നടന്നു വന്നു. സക്കേവൂസിനെ യേശു സിക്കമോർ മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വീട്ടിൽ ചെന്നപ്പോൾ സക്കേവൂസിന് തിരിച്ചറിവുണ്ടായി, തിരിച്ചു നടന്നു. ഇങ്ങനെ സുവിശേഷം നമ്മളോട് പറയുന്നത് ഈ തിരിച്ചറിവിൻ്റെ തിരിച്ചു നടക്കലിൻ്റെ കഥയാണ്. സെന്റ് തോമസ് അക്വിനാസ് പറയും, പശ്ചാത്താപത്തിന് 5 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ
വിശുദ്ധ ഗ്രന്ഥം സങ്കീർത്തനത്തിന്റെ പുസ്തകം 51-ാം അധ്യായം 3-ാം തിരുവചനം, 2-3 തിരുവചനം, ദൈവമേ എൻ്റെ പാപം ഞാൻ എൻ്റെ കൺമുമ്പിൽ കാണുന്നു, എന്നോട് കരുണയായിരിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുക. ദാവീദിന് ഒരു കയ്യബദ്ധം പറ്റിയപ്പോൾ ദാവീദ് കണ്ണ് കലങ്ങി നെഞ്ചിൽ തീയോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവമായ കർത്താവ് അവനെ മഹാരാജാവാക്കി. അപ്പോൾ പാപബോധമുണ്ടാകണം. പാപബോധമുണ്ടായാൽ രണ്ടാമത്തെ കാര്യമുണ്ടാകും, അനുതാപമുണ്ടാകും. പാപബോധമുള്ളവർക്കാണ് അനുതാപമുണ്ടാകുക. ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്ന ഉൾവിളി ഉണ്ടാകും. പാപബോധം അനുതാപത്തിലേക്ക് നയിക്കും. അനുതപിച്ചു കഴിഞ്ഞാൽ ഏറ്റുപറയും. മൂന്നാമത്തെ കാര്യം ഏറ്റുപറയലാണ്. അങ്ങനെ ഏറ്റുപറയുന്നിടത്ത് നല്ല തീരുമാനമെടുക്കും. ധൂർത്തപുത്രനെ പോലെ അവൻ തീരുമാനിക്കുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു ചെല്ലും, മകനായി എന്നെ സ്വീകരിക്കും. പിതാവേ, ഞാൻ പാപം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയും. ഏറ്റുപറച്ചിൽ നല്ല തീരുമാനങ്ങളിലേക്ക് നയിക്കും. നല്ല തീരുമാനങ്ങൾ രക്ഷപ്രദാനം ചെയ്യും. അപ്പോൾ പശ്ചാത്താപത്തിന് 5 കാര്യങ്ങളുണ്ട്: പാപബോധം, അനുതാപം, ഏറ്റുപറച്ചിൽ, അതോടൊപ്പം തന്നെ നല്ല തീരുമാനമെടുക്കൽ. 5-ാമത്തെ കാര്യം രക്ഷയുടെ അനുഭവം. ഇത് രണ്ടുമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ സന്ദേശം. നമുക്ക് രമ്യതപ്പെടണമെങ്കിൽ, പശ്ചാത്തപിക്കണമെങ്കിൽ മനസ്സലിവുള്ള ഹൃദയം വേണം. കുതിരപ്പുറത്ത് സമറിയക്കാരൻ യാത്ര ചെയ്യുമ്പോൾ മുറിവേറ്റ മനുഷ്യനെ കണ്ടപ്പോൾ സുവിശേഷം പറയുന്നവന് മനസ്സലിവുണ്ടായി. മനസ്സലിവുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. 2, മുറിവുണക്കാൻ കഴിയണം. മുറിവ് കാണുമ്പോൾ നമ്മുടെ സഹോദരങ്ങളിൽ, നമ്മുടെ ചുറ്റുമുള്ളവരിൽ എന്തെങ്കിലുമൊക്കെ മുറിവ് കാണുമ്പോൾ അവരുടെ മുറിവ് വെച്ച് കെട്ടാനുള്ള മനസ്സുണ്ടാകണം. ആർക്കും മുറിവ് കൊടുക്കരുത്. ആർക്കും മുറിവ് കൊടുക്കാതെ മുറിവ് വെച്ച് കെട്ടാൻ പോകുമ്പോഴാണ് നമുക്ക് രമ്യതപ്പെടാൻ കഴിയൂ, പശ്ചാത്തപിക്കാൻ കഴിയും. 3, അഭയമരുളുന്ന മനസ്സുണ്ടാകണം. മക്കൾക്ക്, ജീവിത പങ്കാളിക്ക്, സഹോദരങ്ങൾക്ക്, കൂടെ ജീവിക്കുന്നവർക്ക് അഭയമരുളുന്ന മനസ്സുണ്ടാകണം. അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഓർക്കാം, മകനെ കാത്തിരിക്കുന്ന അപ്പൻ്റെ പേരാണ് പശ്ചാത്താപം. യേശുവിൻ്റെ കരുണ അനുഭവിക്കുന്നതാണ് പശ്ചാത്താപം. ക്ഷമിച്ച്, സഹിച്ച്, സ്നേഹിച്ച് സമർപ്പിക്കുന്നതാണ് പശ്ചാത്താപം. പാപബോധം അനുതാപത്തിലേക്കും, അനുതാപം ഏറ്റുപറച്ചിലേക്കും, ഏറ്റുപറച്ചിൽ നല്ല തീരുമാനങ്ങളിലേക്കും, തീരുമാനങ്ങൾ നമ്മുടെ രക്ഷയിലേക്കും നയിക്കും. അപ്പോൾ ക്ഷമിച്ച് സ്നേഹിക്കുവാൻ, കരുണ കാണിക്കുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കരുണ അനുഭവിക്കുന്നതിൻ്റെ പേരാണ് പശ്ചാത്താപം. ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. സുവിശേഷം നമ്മോട് പറയുന്ന ഈ രമ്യതയുടെ പശ്ചാത്താപത്തിൻ്റെ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാം. ഉമ്മറപ്പടിവാതിക്കൽ കണ്ണും നട്ട് മകനെ കാത്തിരിക്കുന്ന അപ്പൻ്റെ വാത്സല്യത്തിൻ്റെ പേരാണ് പശ്ചാത്താപം എന്ന് തിരിച്ചറിയുവാൻ ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. തിരിച്ചറിവ് നൽകണമേ എന്ന്, തിരിച്ചു നടക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് നെഞ്ചിൽ തീയോടെ, കണ്ണിൽ കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. 51-ാം സങ്കീർത്തനം, എൻ്റെ പാപം ഞാൻ എൻ്റെ കൺമുമ്പിൽ കാണുന്നു, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരയണമേ എന്ന് പ്രാർത്ഥിക്കാം. ബന്ധക്കോസ്ത തിരുനാളിൽ സ്ലീഹന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരയണമേ. വരദാനങ്ങളാൽ സ്ലീഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരയണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പരിശുദ്ധ മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മിത്രാപൊലീത്തയെയും മാർ ആന്റണി മിത്രാനെയും മറ്റെല്ലാ മിത്രാന്മാരെയും
പ്രേക്ഷിതരംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്നേഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യേ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി അങ്ങ് വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാദ്രികത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. സകലത്തിനെയും നാഥായ നയിക്കും. സകലത്തിനെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. അനുഗ്രഹിത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ചെയ്യുന്നു കരം നീട്ടി വാങ്ങിനെ സ്വീകരിക്കണമേ. വിധവതൻ ചെറുകാഴ്ച പോലെ കാഴ്ചയിൽ കൈക്കൊള്ളുവാൻ കനിവാകേണമേ. സ്വീകരിക്കണമേ, സ്വീകരിക്കണമേ. എന്നെ ഇന്നു പൂർണ്ണമായി സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ നാഥാ, സ്വീകരിക്കണമേ. എന്നെ ഇന്നു പൂർണ്ണമായി സമർപ്പിക്കുന്നു. അങ്ങയുടെ രാജ്യമായി ത്രജത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ പിതാവിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദാഹരണത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിച്ച തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ രണ്ടാമത്തെ ആഗമനം വരെ പരിശുദ്ധ ബലിപീഠത്തിന്മേൽ സുപ്രകവും പരിശുദ്ധവും ജീവദായകവും ദിവ്യവുമായ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ പരിശുദ്ധനിയാമരത്തിന്റെയും നീതിമാനായ മറിയൗസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ആദ്യം മുതൽ ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിനെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവശക്തിയുമുള്ള ജാതനും ഇവൾക്കെല്ലാം മുമ്പ് പിതാവ് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ യേശുമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിനോട് സഖ്യമാകുന്നു. അവിടുന്ന് വഴിയിൽ പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നള്ളുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിനെ വലഭാഗത്തിരിക്കുന്നു.
മനുഷ്യരെ ജീവിക്കുന്നവരെ വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും ബലമായിരിക്കുന്നു. പിതാവിനും പുത്രപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനങ്ങളെ ഉപദേശിച്ചായി ശരീരത്തിന്റെ ഏർപ്പം നിത്യാശ്രമണയും ചെയ്യുന്നു. ആമേൻ. താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരന്റെ കൃപാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സ്വർഗ്ഗത്തിലെ നാഥനായ ദൈവം തന്റെ വിശുദ്ധരേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവൻ വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സമൃദ്ധമാവുകയും ചെയ്യട്ടെ. ആമേൻ. സർവശക്തനായ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സമൃദ്ധമായ കൃപകളെ കുറിച്ച് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാവുന്ന ദിവരഹസ്യങ്ങളുടെ അർപ്പകരാകുവാൻ പാപികളാൽ ഞങ്ങളെ അവിടുന്ന് സ്നേഹാദ്രികത്താലോഗ്യരാക്കി. അവിടുന്ന് നൽകുന്ന ദിവദാനം ഉറച്ച വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ എന്നും അങ്ങയുടെ തിരുമുമ്പാകെ അർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സ്നേഹ സഹവാസവും നാം ഇവരോടുണ്ടായിരിക്കട്ടെ എപ്പോഴും എന്നേക്കും. നമ്മുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ഈശോയെ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രമ്യതയുടെ സുവിശേഷത്തിൻ്റെ നല്ല ചിന്തകൾ ഞങ്ങളിൽ നിറയ്ക്കണമേ. പശ്ചാത്താപത്തിൻ്റെ മനോഭാവം ഞങ്ങളിൽ നീ സൃഷ്ടിക്കണമേ. ക്ഷമിക്കുവാൻ, സഹിക്കുവാൻ, സ്നേഹിക്കുവാൻ, സമർപ്പിക്കുവാൻ ഞങ്ങൾ പഠിപ്പിക്കണമേ. പാപബോധം അനുതാപത്തിലേക്കും, അനുതാപം ഏറ്റുപറച്ചിലേക്കും, ഏറ്റുപറച്ചിൽ നല്ല തീരുമാനങ്ങളിലേക്കും, അങ്ങനെ രക്ഷയുടെ അനുഭവം കരഗതമാക്കുവാൻ ഞങ്ങളെല്ലാവരെയും നീ ആശീർവദിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. വൃന്ദങ്ങൾ പാടിടുന്നു സ്വർലോകനാഥൻ പരിശുദ്ധൻ, രാജാക്കന്മാരുടെ രാജാവ സർവാഭിനാഥൻ പരിശുദ്ധൻ. മാലാഖവൃന്ദങ്ങൾ പാടിടുന്നു സ്വർലോകനാഥൻ പരിശുദ്ധൻ, രാജാക്കന്മാരുടെ രാജാവ സർവാധിനാഥൻ പരിശുദ്ധൻ. ഉന്നതങ്ങളിൽ വാണിടുന്ന സർവശക്തനാം സൃഷ്ടാവിനെ മണ്ണിലെ വരും കീർത്തനങ്ങളും ഏറ്റുപാടുന്നു. ഉന്നതങ്ങളിൽ വാണിടുന്ന സർവശക്തനാം സൃഷ്ടാവിനെ മണ്ണിലെ വരും കീർത്തനങ്ങളും ഏറ്റുപാടുന്നു. ഓശാന 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 ഓശാന. പിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ
പുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ കർത്താവിന്റെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ സ്വയം മരണത്തിൽ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ യേശു നിർമ്മലമായ തന്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവിടെ അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. എന്റെ ഈശോയുടെ ദൈവമേ, എന്റെ ഈശോയുടെ ദൈവമേ, എന്റെ കർത്താവിന്റെ ദൈവമേ. പ്രകാരം തന്നെ കാസയുമെടുത്തു കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. എന്റെ ഈശോയുടെ ദൈവമേ, എന്റെ ഈശോയുടെ ദൈവമേ, എന്റെ കർത്താവിന്റെ ദൈവമേ. ഞാൻ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. ആവേശത്തിനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയും റോമിലെ മാർ ഫ്രാൻസിസ് ബാബയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവ് തിരുപതാധ്യക്ഷനുമായ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി സൃഷ്ടിമിത്രാപുരതയ്ക്ക് വേണ്ടിയും മറാൻറ്റണി മിത്രാപുരതയ്ക്ക് വേണ്ടിയും മറ്റെല്ലാ രൂപതാധ്യക്ഷന്മാർക്ക് വേണ്ടി മെത്രാന്മാർക്ക് വേണ്ടിയും പരിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതരമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ വലതിനാളിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മതങ്ങളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അവയുടെ സന്നദ്ധയിൽ നിധിപൂർവ്വം ജീവിച്ച എല്ലാ മക്കൾക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശവറും കാത്തുകൊണ്ട് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ദൂരദേശത്തായിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയും അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടിയും അവരുടെ സൗഖ്യത്തിന് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും പകർച്ചവ്യാധി മൂലം ലോകമെമ്പാടും ദുഃഖദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും അവരുടെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും ആദര ശുശ്രൂഷ രംഗത്ത് സമർപ്പണ ബുദ്ധിയോടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഈ വിശുദ്ധ ബലിയിൽ പ്രത്യേകമാവിധം ഞങ്ങളുടെ പ്രാർത്ഥനകൾ യാചിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയും അവരുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നുവോ ദൈവമേ, അവരുടെ എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടിയും പരിശുദ്ധ മാതാവിന്റെയും വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെയും മാധ്യസ്ഥം ഞങ്ങളുടെ കുടുംബങ്ങൾ നവീകരിക്കപ്പെടുന്നതിനു വേണ്ടിയും ഈശോയുടെ ത്രികദയത്തിന്റെ സമാധാനവും സന്തോഷവും ശാന്തിയും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറയുന്നതിന് വേണ്ടിയും ദൈവകരുണയുടെ ആശീർവാദവും അനുഗ്രഹവും തന്ന് ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും മാരകമായ എല്ലാ പകർച്ചവ്യാധികളിൽ നിന്നും ദുഃഖദുരിതങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും എന്നും എപ്പോഴും സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയും ദൈവമേ, തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയും ഞങ്ങളെല്ലാവരും രമ്യതയുടെ സുവിശേഷമായി ജീവിക്കുന്നതിന് വേണ്ടിയും പശ്ചാത്തപിച്ച് അങ്ങിലേക്ക് തിരിച്ചു വരുവാനുള്ള മനസ്സ് നൽകപ്പെടുന്നതിന് വേണ്ടിയും കാറ്റീസത്തിന് വരുന്ന മതബോധനത്തിന് പഠിക്കുന്ന ഞങ്ങളുടെ എല്ലാ കുട്ടികൾക്ക് വേണ്ടിയും അവരെ പഠിപ്പിക്കുന്ന എല്ലാ മധ്യാധ്യാപകർക്ക് വേണ്ടിയും അവരുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യരും പാപികളുമായി ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അങ്ങേ ദാസരുടെ കുർബാനയിൽ ആവസിച്ച് ഇതിനെ ഇപ്പോൾ അവിടെ നിന്ന് ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്കെന്നും കടകടപൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുള്ള ഏർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രതിപ്പെടുത്തിയ
എല്ലാവരോടും ഒന്നിച്ച സ്വർഗരാജ്യത്തിൽ നവമാ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും അങ്ങയുടെ നാമത്തിനെന്നും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് അങ്ങ് ദയ തോന്നണമേ. അങ്ങയുടെ അങ്ങയുടെ കർത്താവേ ഈശോയേ, അങ്ങയുടെ പരിശുദ്ധ തിരുനാമത്തിനെന്നും സ്തുതിയും നാഥനായ അങ്ങയ്ക്കെന്നും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നത് ഭക്ഷിക്കുന്നവർ മരിക്കില്ല, പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. തിരുവോസ്തിയിൽ സ്വർഗീയ മന്നയായി ഇറങ്ങി വരുന്നു ദൈവം. തിരുവോസ്തിയിൽ സ്വർഗീയ മന്നയായി ഇറങ്ങി വരുന്നു ദൈവം. എൻ ഹൃദയത്തിൽ വന്നു വാസമാകാൻ ഇറങ്ങി വരുന്നു ദൈവം. എൻ ഹൃദയത്തിൽ വന്നു വാസമാകാൻ ഇറങ്ങി വരുന്നു ദൈവം. ആരാധിക്കാം, നമുക്കാരാധിക്കാം ജീവന്റെ അപ്പമേശുവിനെ. ആരാധിക്കാം, നമുക്കാരാധിക്കാം ജീവന്റെ അപ്പമേശുവിനെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സ്നേഹ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തമുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നലോകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നിർമ്മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും ദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, ജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങയുടെ ത്രിഹൃദയത്തിന്റെ സമാധാനവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ ത്രിഹൃദയത്തിന്റെ ശാന്തിയും തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ,
ദുഷ്ടാരൂപികളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യം ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ അങ്ങയുടെ ആത്മാവോടും വിശുദ്ധ കൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. വിശുദ്ധർ പ്രകാശത്തിന്റെ സ്ഥലത്ത് തങ്ങളുടെ കണ്ണുകൾ അർപ്പിച്ചു. അവർ വിശുദ്ധമായ സ്നേഹത്തോടെ പ്രതികരിക്കുകയും എല്ലാ ക്ലേശങ്ങളും പീഡനങ്ങളും സഹിക്കുകയും ചെയ്തു. സുവിശേഷപ്രകാരം ഒരുക്കിയിരിക്കുന്ന ആവാചികമായ സൗഭാഗ്യത്തിൽ അവരോടൊപ്പം നമുക്ക് പങ്കുചേരാം. വിശ്വസിഹായുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നവലവരണം സമ്പൂർണ്ണമാക്കപ്പെടട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും കടകളുടെ പ്രതിക്കും നിത്യജീവനും കാരണമാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അന്യമായ ദാനത്തെക്കുറിച്ച് കർത്താവേ സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ദൈവമേ, അങ്ങയുടെ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക എല്ലാ നാഴികളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരുടെ കൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും കാരുണ്യപൂർവ്വം ഞങ്ങളെ യോഗ്യരാക്കി. പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനേക്കും സകലത്തെയും പവിത്രീകരിക്കുന്ന തന്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാൻ
നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ കൃപാപൂർവം നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടെ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ആചാരം അങ്ങയുടെ കാരുണാത്രികത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും അരിച്ചവരുടെ പ്രത്യാശയ്ക്കും അങ്ങയുടെ സന്നദ്ധിയിലും പ്രീതികമായ വിധം വർദ്ധിച്ച് എല്ലാവരോടും വധിച്ച സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. പിതാവായ ദൈവം നമ്മുടെ കർത്താവ് യേശു മിശിഹാ വഴി എല്ലാ ആധ്യാത്മിക ദാനങ്ങളും നൽകി നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് തന്റെ രാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും അക്ഷയവും അനശ്വരവുമായ സ്വർഗഭാഗ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തു. തന്റെ ജീവദായകമായ സുവിശേഷം വഴി ശിക്ഷകണത്തോടെ പ്രകാരം അരുൾ ചെയ്തു: സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനിലും ഞാൻ അവനിലും വസിക്കും. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അവന് ശിക്ഷാവിധി ഉണ്ടാകില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് നിത്യായുസ്സിലേക്ക് പ്രവേശിക്കും. ഈ കുർബാനയിൽ പങ്കുകൊണ്ട് നമ്മുടെ സമൂഹത്തെ തൻ്റെ വാഗ്ദാനമനുസരിച്ച് വിശുദ്ധ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുകൊണ്ട് സന്തുഷ്ടരായ നമ്മെ അവിടുന്ന് മഹത്വമണിയിക്കട്ടെ. കർത്താവിൻ്റെ കുരിശിൻ്റെ സജീവമായ അടയാളത്താൽ നാം എല്ലാവരും മുദ്രിതരാകട്ടെ, സംരക്ഷിക്കപ്പെടട്ടെ. രഹസ്യവും പരസ്യവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ദുഃഖദുരിതങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും ദൈവം നമ്മെ കാത്ത് സംരക്ഷിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കടവർത്തിക്കും പാപങ്ങളുടെ മോചനത്തിന് കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമല്ലോ എന്നറിഞ്ഞുകൂടാ. വിശുദ്ധ ഔസേപിതാവേ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായേ, വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്തുതികളാലേ നിന്റെ നാമം പാടുമേ. നിന്നതരമെന്നും നിന്നെ മാത്രം പുകഴ്ത്തുമേ. സ്തുതികളാലേ നിന്റെ നാമം പാടുമേ. എന്നതരമെന്നും നിന്നെ മാത്രം പുകഴ്ത്തുമേ. യേശുവോളം സ്നേഹമേകില്ല ആരുമേ. എൻ ജീവകാലം നന്മയാലേ നിറയ്ക്കുമേ. കൃപകളാലേ എന്നെ ഞാനാക്കി മാറ്റുമേ. എൻ ജീവനെ ആത്മനാലേ നിറയ്ക്കുമേ.